ഇത് ബാധിക്കുന്നുണ്ട്, എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ സംഭവം എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളല്ല. കുറേ കാര്യങ്ങളുണ്ട്. വീണ്ടും വീണ്ടും പലതും പലരുടെയും നിന്നും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ആക്ച്വലി പേടിയാണ് ആവണേ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എലിസബത്തിന്റെ ഈ വിഷയം ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ, എലിസബത്തിന്റെ ഒരു പുതിയ വീഡിയോ എന്നുള്ള അതേക്കുറിച്ച് സംസാരിക്കണം. അത് എന്തായാലും തീർച്ചയായും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. പക്ഷെ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയ ചില സംശയങ്ങൾ, അതിന് പ്രേക്ഷകർ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമൻ്റായിട്ട് ഇട്ടാൽ നന്നായിരുന്നു. ഒന്ന്, ഈ വിഷയത്തിൽ ഞാൻ വിചാരിക്കുന്ന ആ ഡിറക്ഷൻ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കും. അല്ലെങ്കിൽ എൻ്റെ സംശയങ്ങൾ അസ്ഥാനത്താണെങ്കിലും എന്ന് വിചാരിക്കാൻ എന്നെ സഹായിക്കും. അപ്പോൾ ദയവായിട്ട് ആ ഒരു സംഭവം നിങ്ങളൊന്ന് കമൻറ്റിലിടണം. ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: എലിസബത്ത് ഈ രീതിയിൽ മാത്രം ഈ വീഡിയോ ഇട്ടുകൊണ്ടു പോയാൽ മതിയോ? ഇതവരെ ഒരു ലോങ് റണ്ണിൽ സഹായിക്കുമോ? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എലിസബത്ത് സംസാരിക്കുന്നതിൽ പല ഗ്രേ ഏരിയാസ് ഉണ്ട്. അതായത് നമ്മൾക്ക് വ്യക്തത വരാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുന്നത് എലിസബത്തിനെ പിന്തുണയ്ക്കുന്നവർ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ എത്തിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം, ഈ രണ്ട് കാര്യങ്ങളും ഈ ഗ്രേ ഏരിയയും അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്രോസസ്സിൽ മുന്നോട്ട് പോകുന്നതും എലിസബത്തിന് നീതി ലഭിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നാണ് പറയുന്നത്. എലിസബത്തിന് നീതി ലഭിക്കുന്നതിൽ ഒരു താമസം ഉണ്ടാക്കുമോ? എന്താണ് നിങ്ങൾക്ക് ഈ കാര്യം തോന്നുന്നത്? അതൊന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, ഞാൻ എലിസബത്താണ്. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യണം, പഴയ പോലെ നോർമൽ വീഡിയോ ചെയ്യണം, സേഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതുപോലത്തെ ഒരു അങ്ങനെ പറ്റുന്നില്ല, അങ്ങനത്തെ വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ ചതികൾ നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എന്താ ചെയ്യുക, ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നതൊന്ന്, എന്തോ ഒരു ചതി നടക്കുന്നതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, പഴയ പോലെ വീഡിയോകൾ ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുഭാഗത്തിരിക്കുന്ന ആൾ ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ലീഗലായിട്ട് നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ നിയമ സംവിധാനത്തോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പഴയ പോലെ കാര്യങ്ങൾ പറയണം എന്നുള്ള രീതിയിൽ അതും പറയാൻ പറ്റില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറുവശത്തിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോ അയാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഒരു ലീഗൽ ബാറ്റിൽ ഒന്ന് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ടില്ല എങ്കിലും മറുവശത്ത് നിന്നൊരു കേസ് ഉള്ളതുകൊണ്ട് അത് സംസാരിക്കുന്നതല്ല, അതിനകത്ത് കൺഫ്യൂസ് സ്റ്റേറ്റ് ഒന്നും ആകേണ്ടില്ല. അതേസമയം ബാക്കിയുള്ള വിഷയങ്ങൾ പറയുന്നതിൽ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ക്ലാരിറ്റി വരുത്തി സംസാരിക്കുന്നതിൽ പ്രശ്നമില്ല. നിങ്ങൾ ലീഗൽ ആക്ഷൻ എടുത്തോ ഇല്ലയോ എന്നൊക്കെ സംസാരിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അല്ലാതെ തന്നെയുള്ള നിങ്ങളുടെ വീഡിയോസ്, നിങ്ങൾ നേരത്തെ സൈക്കോളജിക്കൽ ഡിസോർഡറിനെ കുറിച്ചൊക്കെ സംസാരിക്കണം, അതൊക്കെ നിങ്ങൾ പഴയ പോലെ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് ലീഗലി ശരിയായ കാര്യം. എനിക്ക് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് ഇപ്പോഴും പല കമൻസും കാണാറുണ്ട്. ഹോപ്പ് യു ആർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. പല ആൾക്കാരും അന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് മറന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ. എല്ലാവരും അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ, കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ലൈഫിൽ നടന്നൊരു സംഭവം കുറച്ച് കാലം കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് എല്ലാവരും മറന്നു. ആക്ച്വലി ഇന്നെ ഇത് ബാധിക്കുന്നുണ്ട്, എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ സംഭവം എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളല്ല. കുറേ കാര്യങ്ങളുണ്ട്. വീണ്ടും വീണ്ടും പലതും പലരുടെയും നിന്നും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ആക്ച്വലി പേടിയാണ് ആവണേ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഒരു ഭയപ്പെടുന്ന കാര്യം ഇവരിഞ്ഞ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവുന്ന ആഘാതങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പറയാതെ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അതല്ലാതെ പറയുന്നൊരു കാര്യം, ഈ വിഷയം ആളുകൾ മറക്കുമോ? സ്വാഭാവികമായിട്ട് ആളുകൾ മറക്കും. ആളുകളുടെ മുന്നിൽ പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചർച്ച അതിൽ നിന്ന് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അത് നീങ്ങിപ്പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. എടുക്കുന്ന നടപടിയെക്കുറിച്ച് എലിസബത്ത് ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ആ ടോപ്പിക്കിൽ നിൽക്കും. ഇതാണ് ഞാൻ ആദ്യമായി ചോദ്യം ചോദിച്ചത്. ഈ അവ്യക്തത ഉണ്ടാക്കുന്നത് ആളുകൾ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടോ? അത് എലിസബത്തിനെന്ന് തോന്നി തുടങ്ങിയത് എനിക്ക് മനസ്സിലാവുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞറിയും ഇത് എലിസബത്തിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. കാരണം നാളെ ഒരു എലിസബത്ത് ഉണ്ടാവരുത്, നാളെ ഒരു
അമൃതയും ഉണ്ടാവരുത്, നാളെ ഒരു പാപ്പും ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യത്തിൻ്റെ ലക്ഷ്യത്തോടെയാണ് എലിസബത്ത് സംസാരിക്കുന്നതാണ് നമ്മൾ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ആ ലീഗൽ സ്റ്റെപ്സ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല, യാതൊരു പ്രശ്നമില്ല. കാരണം അതൊക്കെ ഒരു നോർമൽ സംഭവങ്ങളാണ്. അത് ആളുകളെ ഈ വിഷയത്തിൽ എലിസബത്തിനോട് ചേർത്ത് നിർത്താൻ സഹായിക്കും. അതേപോലെ അവരുടെ ആ സപ്പോർട്ട് തുടരുന്നതിന് സഹായിക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മെല്ലെ മെല്ലെ ഈ വിഷയം ഇല്ലാതായിത്തീരും. അങ്ങനെ ഇല്ലാതായി പോകാതിരിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നവരെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ എന്താ ഉണ്ടാവുകയെന്നറിയില്ല. നമ്മൾ എന്താ പറയുക, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ വായടുപ്പിക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ ഇനി ചോദിച്ചാൽ നമ്മളെ ഉണ്ടാവില്ല എന്നുള്ള അങ്ങനത്തെ പല സംഭവങ്ങൾ, അറിയില്ല എന്താ ഉണ്ടാവുകയെന്നറിയില്ല. വായടപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിപ്പോൾ ആർക്കും മനസ്സിലാത്തൊരു വിഷയമൊന്നുമല്ല. നമ്മൾ കണ്ടതാണ് ഈ വിഷയത്തിൽ സംസാരിച്ച ആളുകളുടെയൊക്കെ പ്രത്യേകിച്ച് സ്ട്രൈക്ക് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ, ആളുകളുടെ പേര് പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, ഇതൊക്കെ ആളുകളെ വായടപ്പിക്കാനുള്ള ശ്രമമാണെന്നറിയാം. നിങ്ങൾ ചില വിഷയങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വായടപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇത്ര ക്ലാരിറ്റിയോടെ എലിസബത്ത് സംസാരിച്ചാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കിയത്. ആ ക്ലാരിറ്റിയിൽ ഭയന്നിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചവരുടെ വായടപ്പിക്കാൻ ശ്രമിച്ചത്. കാരണം ഉള്ളിക്കിടക്കുന്ന കുറ്റബോധം കൊണ്ടാണ്. ഈ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. മടിയിൽ കനമുള്ളത് കൊണ്ടാണ് വായടപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആരുടെയും വായ മൂടിക്കെട്ടാമെന്ന് വിചാരിക്കണ്ട. ആരെങ്കിലുമൊക്കെ ഈ വിഷയം സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതേസമയം നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഇപ്പോൾ സ്റ്റെപ്സ് എടുത്തു എന്ന് പറയുന്നു. ആ സ്റ്റെപ്സ് നിയമ നടപടിയാണെങ്കിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. എനിക്കൊരു വീഡിയോ ഇടണം തോന്നി, കുറേ കാര്യങ്ങൾ കാണണു കേൾക്കണു. ഞാൻ ആക്ച്വലി ഇത്ര കാലം വിചാരിച്ചതിനെ കണ്ടും ഇതിൽ പല കണക്ഷൻസ് വരുന്നുണ്ട്, പല ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മെയിൻലി എൻ്റെ വായ പൊത്താനാണ് എല്ലാവരും നോക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എലിസബത്തിന്റെ വായ അടപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എലിസബത്ത് വളരെ ക്ലാരിറ്റിയുടെ വിഷയത്തിൽ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നു. പല വിഷയങ്ങളിലും മറുവശത്തുള്ള ആൾ അഡ്വാൻറ്റേജ് നേടിയിരുന്നതിൽ നിന്നൊക്കെ താഴേക്ക് പോകാനുള്ള കാരണം എലിസബത്ത് അതിനെ കുറിച്ച് വ്യക്തതയോടെ സംസാരിച്ചപ്പോൾ എലിസബത്തിനെ വാം പൊട്ടിക്കെട്ടുക എന്നുള്ളതാണ് സ്വാഭാവികം ശ്രമിക്കുക എന്നുള്ളത്. എലിസബത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം എലിസബത്ത് വീഡിയോയുടെ മുന്നിൽ വന്ന് സംസാരിച്ചത് പലരെയും ട്രിഗർ ചെയ്തിട്ടുണ്ട്. എന്ത് ധൈര്യത്തിലാണ് ഇവിടെ വന്നതെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ കുറെ കൂടി ശ്രമിക്കും എലിസബത്തിന് വായടക്കാൻ. നേരത്തെ പറഞ്ഞാൽ പലരും ഇടപെടാൻ ശ്രമിക്കും, പലരും ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കും. പക്ഷെ എലിസബത്ത് ഒരു നല്ലൊരു കാര്യമാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. ഇത് മറ്റൊരാളെ ഇതിനകത്തേക്ക് വീഴ്ത്താതിരിക്കാൻ, അല്ലെങ്കിൽ ഇതിൽ വീണവർക്ക് കൂടുതൽ സപ്പോർട്ട് ലഭിക്കാനൊക്കെ സഹായിച്ചൊരു രീതിയിലാണ് എലിസബത്ത് മുന്നോട്ട് വന്നത്. അത് ധൈര്യപൂർവ്വം തുടരണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ വിഷയത്തിൽ എന്തായാലും പിന്തുണ ഇപ്പോൾ നൽകുന്നവർ ഉറപ്പായിട്ടും നൽകിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ അവരുടെയും വായ പൊത്തും. അറിയില്ല, ഇതുവരെ സേഫാണ്. എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കൂടുതലിലേക്ക് ഇറങ്ങിപ്പോകുന്തോറും കൂടുതൽ പേടിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതും അറിയണതും ഒക്കെ. പക്ഷെ അതിൻ്റെ ഒന്നും പ്രൂഫില്ല. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാം, പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ അനുഭവിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ വേറെ പല സംഭവങ്ങളും, അതൊക്കെ ഞാൻ കുറേ കേൾക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കേൾക്കണം. അറിയില്ല. നിങ്ങളെല്ലാവരും ചിരിച്ചുകൊണ്ട് പറയുന്നത് തമാശയായിട്ടല്ല കേട്ടോ. അത് പ്രതീക്ഷ അറ്റുപോകുന്ന സമയത്ത് നമ്മളൊന്ന് ചിരിക്കാൻ ശ്രമിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നുന്നത്. അവർ പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന അത് നിയമ നടപടിയാണെന്നാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നീട് നിങ്ങൾ പറഞ്ഞില്ല റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇനി ആർക്കെങ്കിലും ഇത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതൊന്നും നിങ്ങൾ ഇനി പറയേണ്ടതില്ല. അതൊക്കെ ഇനി നിയമ സംവിധാനവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആഴത്തിലേക്ക് ഇറങ്ങി തിരിക്കും തോറും അപകടം കൂടുകയാണോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടെന്ന ആശങ്ക വർദ്ധിക്കുകയാണോ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു
ആ ഒരു രീതിയിൽ പോകുമ്പോൾ നിങ്ങൾക്കുള്ള ഭീഷണി വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ കൂടി നല്ലൊരു ലീഗൽ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുക, കൊള്ളാവുന്ന അഡ്വക്കേറ്റുമായിട്ട്. മുറിവേദ്യന്മാരുടെ അടുത്ത് പോയിരിക്കരുത്, കൊള്ളാവുന്ന നല്ല അഡ്വക്കേറ്റായിട്ട് സംസാരിക്കുക. ഇത്തരം കാര്യങ്ങളെ കൂടി പ്രതിരോധിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ അയാൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾ നിയമനടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രഷർ നിങ്ങളുടെ മേൽ കൊണ്ടുവന്നിടുന്നത്. അപ്പം അതിനർത്ഥം നിങ്ങൾ ശരിയായ ദിശയിലേക്കാണ് പോകുന്നതെന്നാണ്. ആ നടത്തം തുടരുക. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഒപ്പീനിയൻസ് വിദഗ്ധരുടെ കയ്യിൽ നിന്ന് നേടാനും ശ്രമിക്കുക. ഈ വീഡിയോ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രത്യാഘാതം, അതൊന്നും അറിയില്ല. പക്ഷെ ഈ ടോപ്പിക്കൊന്നും മറക്കരുത്. സിൻസിയറായിട്ട് ജെനുവിനായിട്ട് എന്നെ കെയർ ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഇതൊന്നും മറക്കരുത്. ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്ര പറഞ്ഞാൽ മതി. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞാൽ മതി. ആ ഒരു കാര്യത്തിലാണ് ഞാൻ ആദ്യമേ ആ ഒരു ചോദ്യം ചെയ്യും. ഇപ്പം നിങ്ങൾ പല കാര്യങ്ങളും നമ്മൾ അസ്യൂം ചെയ്തെടുക്കണം എപ്പോഴും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ ഈ വീഡിയോൻ്റെ എഫക്റ്റ് എന്താവും എന്നറിയില്ല എന്ന് പറഞ്ഞാൽ ഈ വീഡിയോന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഈ വീഡിയോ നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് വരില്ല. പക്ഷെ അതേസമയം മറുവശത്തിരിക്കുന്ന ഇനിയും കുറെ കൂടി നിങ്ങൾ അതിനെ ഒതുക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കും. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പിന്തുണ, ആ വ്യക്തിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആക്സെപ്റ്റൻസ്, അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എലിസബത്ത് നിങ്ങൾ സംസാരിച്ചതാണ്. നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയെടുത്താണ് കുറച്ചും കൂടി സംശയത്തിന് ആനുകൂല്യം കൊടുത്തിരുന്ന ആളുകൾ പൂർണ്ണമായിട്ടും അയാളുടെ ഭാഗത്ത് ശരിയില്ല എന്ന് മനസ്സിലാക്കിയത്. അപ്പം അതിൽ നിങ്ങൾ എടുത്ത ഒരു എഫേർട്ട് അത് നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞു ഇത് സംഭവം മറക്കുമെന്ന്, ഒരിക്കലും മറക്കില്ല. ഇത് ചർച്ചയിൽ നിലനിർത്തണം. നിങ്ങൾക്ക് നീതി ലഭിക്കണം. ഇതേപോലെ ഇരയാക്കപ്പെട്ട എല്ലാവർക്കും നീതി ലഭിക്കണം. ഇതിനെക്കാളും കൂടുതൽ, ഞാൻ ഇപ്പോൾ ചെയ്തതിനെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു പ്രിപ്പയർഡ് വീഡിയോ അല്ല. അതുപോലെ തന്നെ എന്തൊക്കെ പറയാൻ പറ്റും, പറയാൻ പറ്റില്ല, ഒരു വേണമെങ്കിൽ പറയാം ഒരു ഭയത്തിൽ ചെയ്യണ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഈ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഭയത്തിലാണ് വീഡിയോ ചെയ്യുന്നത് പറയുമ്പോൾ നിങ്ങളൊരു പ്രിക്കോഷൻ തന്നെ, നാളെ നിങ്ങൾക്ക് ഇതിന് സംഭവിച്ചാൽ എന്ന രീതിയിലാണെന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എലിസബത്തെ, നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ജനങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ജനങ്ങൾക്ക് വ്യക്തത വന്നു നിങ്ങൾ സംസാരിച്ചതിലൂടെ. നിങ്ങളെടുത്ത സ്റ്റെപ്സ് ശരിയാണ്. നിങ്ങളെടുത്ത ലീഗൽ സ്റ്റെപ്സ് ആണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. നിങ്ങളെക്കൊണ്ട് അതിന് എന്തെങ്കിലും അധികം ചെയ്യാനുണ്ടെന്ന് ചോദിക്കുന്നത്, ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർക്ക് അതിനകത്തൊരു കാര്യം പറയാനില്ല. കാരണം നിങ്ങൾക്കും അത് തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇത് ആരോടാണ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ കഴിയുക? അല്ലെങ്കിൽ നല്ലൊരു ലീഗൽ അഡ്വൈസറോട് നിങ്ങൾക്കിത് സംസാരിക്കാൻ കഴിയും. ഇതിലും ബെറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ ശ്രമിക്കാൻ കഴിയും. ഒരുപക്ഷെ ഒരു പൊതുസമൂഹത്തിന്, ഈ വീഡിയോ കാണുന്നവർക്ക്, അവരും എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്കും ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഈ വിഷയത്തിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഒപ്പീനിയൻ അവർക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഒരു കൃത്യമായ ലീഗൽ ഒപ്പീനിയനാണ്. അതെടുക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതില്ല എങ്കിൽ നല്ലൊരു ലീഗൽ എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലും അതേപോലെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളും ഒക്കെ അവരോട് നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാം. ഒരു പബ്ലിക് ഡിസ്ക്ലോഷറിന് മാത്രമേ പ്രശ്നമുള്ളൂ, ഒരു സോഷ്യൽ മീഡിയ ഡിസ്ക്ലോഷറിന് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അത് നിങ്ങളുടെ നിയമോപദേശകരോട് സംസാരിക്കുന്നതിൽ നിങ്ങളെ യാതൊരു രീതിയിലും ആർക്കും തടയാൻ കഴിയില്ല. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ പറ്റും, നിങ്ങൾ പറയും എന്ത് സംസാരിക്കണമെന്നറിയില്ല. അവർക്ക് കൃത്യമായൊരു ധാരണയുണ്ടാകും നിങ്ങൾക്ക് എന്ത് സംസാരിക്കാം, എന്ത് സംസാരിക്കാൻ പാടില്ല. ആ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങൾ പറഞ്ഞപ്പോൾ ഭയത്തിൻ്റെ ഒരു വീഡിയോ ആണെന്ന് പറയാം. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ആ ന്യായം ജയിക്കുക തന്നെ ചെയ്യും. എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാതും ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് മറയിൽ പറയുമ്പോൾ എനിക്കും വിഷമമുണ്ട്. എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അറിയില്ല. അതും ഇത്ര കാലം ഞാൻ പറഞ്ഞത് കേട്ടതിനൊക്കെ നന്ദിയുണ്ട്, പ്രാർത്ഥിച്ചതിന് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതുവരെ സേഫാണ്. ബൈ.
ഇതുവരെ സേഫ് ആണെന്ന് അറിയാൻ സന്തോഷം. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോയിൽ വരുന്ന സ്പേസസ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം, എനിക്ക് വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വേഗത കൂട്ടാൻ വേണ്ടി ചെയ്യാം. പക്ഷെ അത് ചെയ്യാതിരുന്നത് അവർ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം പ്രേക്ഷകർ കൂടി മനസ്സിലാൻ വേണ്ടിയാണ്. ഇവിടെ ഇവർ പറഞ്ഞൊരു കാര്യം, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ ഒരു പൊതുവായിട്ടൊരു ഒപ്പീനിയൻ, ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ അതേ കാര്യമാണ്. പൊതുവായിട്ട് ആർക്കും ഒരു പക്ഷേ ഒരു ബ്ലൈൻഡ് ഒപ്പീനിയൻ നിങ്ങൾക്ക് തരാൻ കഴിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തതുകൊണ്ട് അത് പറയാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് പ്രേക്ഷകരെ മനസ്സിലാക്കണം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുവശത്തിരിക്കുന്ന ആ വ്യക്തിയുടെ പേര് പറയാനോ അയാളുടെ ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പറയാനോ ഉള്ള ബുദ്ധിമുട്ട് ഒരു ലീഗൽ ബാറ്റിൽ നടക്കുമ്പോൾ കഴിയില്ല അത് പറയാനായിട്ട്. പക്ഷേ എലിസബത്തിന് പറയാൻ കഴിയുന്നത് ഒരു നിയമോപദേശകനോടാണ്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നല്ല ധാരണയുള്ള ഒരു വ്യക്തിയോടാണ്. ആ സംസാരങ്ങളൊന്നും നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അവരുടെ വിഷയങ്ങൾ സംസാരിക്കാം, അവർക്ക് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നൽകാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾ ലീഗൽ ആക്ഷൻ എടുത്തു എന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ നിയമ നടപടിയുടെ മുന്നോട്ട് പോകാനെന്ന് പറയുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. പറയാൻ പാടില്ലാത്ത കാര്യം ഈ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഈ വ്യക്തിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ സംഭവങ്ങളോ, ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു പബ്ലിക് ഡിസ്ക്ലോഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാവരും അത് മനസ്സിലാക്കണം. അതേസമയം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ വിഷയങ്ങൾ നല്ലൊരു നിയമോപദേശം ഇവിടെ ചർച്ച ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളിനി പ്രതികരിക്കാൻ ശ്രമിക്കുക. ഈ വിഷയം നിങ്ങൾ ഇനിയും സംസാരിക്കണം. ആ ഒപ്പീനിയൻ അനുസരിച്ച് എന്തൊക്കെ പറയാൻ കഴിയുമോ അതൊക്കെ ഇനിയും സംസാരിക്കണം. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇത് മറന്നു പോകാൻ പാടില്ലാത്തൊരു വിഷയമാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഫെയർ എന്നതിൽ ആളുകൾ ഇത് മറന്നു പോകും. വലിയ വലിയ വിഷയങ്ങൾ വരെ ആളുകൾ വിട്ടുപോകുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ. അങ്ങനെയാണ് നമ്മളുടെ ഒരു ചർച്ചാ രീതി. പക്ഷേ ഇതങ്ങനെ മുങ്ങിപ്പോകരുതെന്ന് ആഗ്രഹമുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള ആ സപ്പോർട്ട് ഇനിയും തുടരും. പ്രേക്ഷകർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ ആദ്യം ചോദിച്ച ആ 3 കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതും പറയുക. മറ്റൊരു വിഷയത്തിലെ പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.